നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? അങ്ങനെയൊക്കെ ചോദിച്ചാ മലയാള സിനിമ ആണെന്നില്ല, ഏത് സിനിമയാണെങ്കിലും. അണ്ണൻ വിജയ്, ദളപതി വിജയ്. അയ്യോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ട് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കറക്റ്റാന്ന് പറയില്ല, അണ്ണുണ്ട് നല്ലോണം. 5 മതിയോ? തുപ്പാക്കി, തേറി, ജില്ല, കിട്ടുന്നില്ല, മാസ്റ്റർ, എന്താ മെർസൽ. 5 ആയി. ആ 5 ആയി. പെട്ടെന്ന് കിട്ടൂല ചോദിച്ചാൽ. എനിക്ക് സൂര്യ. സൂര്യ അങ്ങനെയൊക്കെ ചോദിച്ചാ 5 ഇഷ്ടമാ. 5 പിന്നെ ഏതാ അങ്ങനെ വെച്ചാൽ പറഞ്ഞു. മാറ്റാന്, സിംഗം, പിന്നെ ഏതാ പിന്നെ ഏതായിരുന്നു മറ്റേ പടം ഏതായിരുന്നു? വെച്ചാൽ കിടത്തില്ല. സൂര്യാഫാന പക്ഷേ കാണത്തില്ല. അത് ഞാൻ വിജയ് ഫാനാണ്, സൂര്യ ഫാനാണ്. നല്ല മനുഷ്യനാ. അങ്ങനെയല്ല, ആ നല്ല അഭിനയവാ. എല്ലാ ക്യാരക്ടറും വിജയനെ ഇഷ്ടമാ. എന്നാലും ആ സൂര്യനെ ഒന്നും കൂടി ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എനിക്ക് കറണ്ട്ലി സൂര്യ. എനിക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഹി ലവ്സ് ഹിസ് വൈഫ് മോർ ദാൻ എനിത്തിങ്. എനിക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഐ ഹാവ് എ ബോയ് ഫ്രണ്ട് ആൻഡ് ലൈക്ക് ഏകദേശം പുള്ളിനെ പോലെ തന്നെയാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഹീസ് ഓൾസോ ഡൂയിങ് സം കൈൻഡ് ഓഫ് ആര് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഹെൽപ്പ് ഡോക്ടേഴ്സിന് ബിൽഡ് ചെയ്യുന്നു. സോ പൈസ ഉണ്ട്, പുള്ളിക്ക് പ്രശസ്തി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പുള്ളി കുറച്ചെങ്കിലും പുള്ളീനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സോ ഐ ജനുവലി ഫെൽ ലൈക്ക് സൂര്യനെ പോലെ ലൈക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ആവുകയാണെങ്കിൽ അത്ര അടിപൊളിയായിരിക്കും. സൂര്യയുടെയോ? സൂര്യയുടെ 7ാം അറിവ്, പിന്നെ നമ്മുടെ മുൻപേ വാ മൂവി ഏതായിരുന്നു? സുലനയൊരു കാതലോ, അങ്ങനെ ഒരു മൂവി ഉണ്ട്. എനിക്കങ്ങനെ സൂര്യയുടെ ചില ഞാൻ സത്യം പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഒരു ധനുഷ് ഫാനാണ് കുറച്ചൊക്കെ. എനിക്കങ്ങനെ ഫാൻസ് ഒന്നുമില്ല, പക്ഷെ ധനുഷിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ധനുഷ് ചെയ്യുന്നതിനേക്കാളും കൂടി എനിക്ക് തോന്നുന്നു സൂര്യയാണ് ഇപ്പോൾ കറണ്ട്ലി കുറച്ചും കൂടി. പുള്ളി ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല, പുള്ളി കരയുന്നതാണെങ്കിലും അതിലൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്തു. ഞാൻ വളരെ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറില്ലേ, അങ്ങനെ കയറിയ ആളാണ് സൂര്യ. ധനുഷ് 3, തങ്കമകൻ, മാരി 2, റൗഡി ബേബി. ആക്ടിങ് റിയലിസ്റ്റിക് ആണ്. നടൻ ടോവിനോ. ആക്ടിങ് ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. മിന്നൽ മുരളി, ഗോദ, എന്ന് നിന്റെ മൊയ്തീനിൽ ഉണ്ടല്ലോ. പിന്നെ ഏതാ മറ്റേ പേരോർക്കുന്നില്ല. മറ്റേ മിന്നൽ വള കയ്യിലിട്ടോ ആ പാട്ട്. കുറേ ഉണ്ട്, ഒന്നും ഓർമ്മയിട്ടില്ല. പെട്ടെന്ന് ഞാനൊന്ന് ചോദിക്കവിടെ. ജയ ഹേ. പിന്നെ പറഞ്ഞു പിന്നെ മറ്റേ കൊല്ലത്തുള്ളൊരു ഫിലിം ഉണ്ടല്ലോ, പൊന്മാൻ. എനിക്കൊന്നും ഓർമ്മ വരണില്ലേ?
പൃഥ്വിരാജുമായിട്ടുള്ള ഒരു ഫിലിമില്ലേ, ഒരു കോമ്പിനേഷൻ, ഗുരുവായൂർ അമ്പലം നടയിൽ. അതിനൊന്നും കൂടെ നസ്രിയയുടെ ഫിലിമില്ലേ, എന്തായിരുന്നു, നസ്രിയും ബേസിൽ ജോസഫ്, മറ്റേ ഒളിഞ്ഞു അതെ അതെ ദൂരദർശിനി. സൂക്ഷ്മദർശിനി. ഓക്കെ, ബേസിൽ ഇഷ്ടപ്പെടാനുള്ള കാരണം? ആള് ഭയങ്കര കുറച്ചുകൂടെ നമ്മുടെ വീട്ടിലെ ആളെന്നുള്ളൊരു ഫീല് തോന്നും. ഓക്കെ, അങ്ങനെ ഒരു ബേസിക്കലി അതെ 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 രണ്ടും ഇഷ്ടമാണ്. ആക്ഷൻ അല്ല, ബേസിലിൻ്റെ മൂവിക്ക് ബേസിലിൻ്റെതായിട്ടുള്ളൊരു ടച്ച് എല്ലാ മൂവിക്കും ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ആക്ഷൻസും അല്ലെങ്കിൽ ത്രില്ലറും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവീസാണ് ഇഷ്ടം. അത് എനിക്ക് എപ്പോഴും ഞാൻ ബേസിൽ. എനിക്ക് മോഹൻലാൽ ഇഷ്ടമാണ്. ലാലേട്ടനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ലാലേട്ടൻ ലൈക്ക് സിനിമ മൂവി കണ്ട് കണ്ട് സൂപ്പർ സ്റ്റാർ. സിനിമകൾ പറയാമോ? അയ്യോ അങ്ങനെ 5 സിനിമകൾ ലൈക്ക് മണിച്ചിത്രത്താഴുണ്ട്, നരസിംഹ ഉണ്ട്, പിന്നെ ഇതൊക്കെയായിരുന്നു പണ്ടത്തെ സിനിമകൾ, മറ്റേ കിരീടം അങ്ങനത്തൊക്കെ. അയ്യോ ഇനി ഇതൊക്കെയുള്ള ആറാം തമ്പുരാൻ. ആറാം തമ്പുരാൻ അങ്ങനത്തെ ഏതെങ്കിലും അല്ല, എനിക്ക് പേരുകൾ ഓർമ്മയില്ല, അതാണ്. മറ്റേ തന്മാത്ര എന്നല്ലേ പേര് ഓർമ്മയില്ലാത്ത. പിന്നേതാ, പിന്നെ ഏതൊക്കെയാ സിനിമകള്? അതേതായിരുന്നു? അയ്യോ അറിയില്ല. രസതന്ത്ര, അതന്നെ. ഓക്കെ, അറിയാം, സംഭവം അറിയാം. അത്രേ ഉള്ളൂ. ഇനി അടുത്ത 5 ചോദ്യം ചോദിക്കാനല്ലേ. ഇപ്പൊ ഈ പെട്ടെന്ന് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റത്തില്ല. ഈ പേര് പറഞ്ഞ് പണിയടിക്കാനല്ലേ. ഞാൻ എല്ലാ പടം കാണും, അങ്ങനെ പ്രത്യേകിച്ച് ബയസൊന്നുമില്ല. നല്ല പടമാണെങ്കിൽ കാണും. മോഹൻലാൽ ആ അങ്ങനെ ഫഹദിന് തോന്നും. ഫഹദ് മഹേഷിന്റെ പ്രതികാരം, പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ്. ഈ പേര് പെട്ടെന്ന് ഓർമ്മിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ പടം കണ്ടൊഴിവാക്കാൻ ഓർത്ത് നിൽക്കത്തില്ല. പിന്നെ ഈ അടുത്ത ആവേശം രംഗണ്ണൻ ആവേശം. കണ്ടിട്ട്, പക്ഷെ എൻ്റെ പേരറിയില്ല. മറ്റേ രാജ് പുഷ്പയോ അല്ലെങ്കിൽ പുഷ്പ കണ്ടിട്ടില്ല. മണ്ണിൽ ചെയ്ത, പക്ഷെ എനിക്ക് ഫുൾ അങ്ങനെ പകുതി കണ്ടിട്ട് ഫുൾ കണ്ടിട്ടില്ല.